ഔട്ട് ആൻഡ് ഔട്ട് തലപ്പടമായിട്ടുള്ള ഗുഡ് ബാഡ് അഗ്ലി കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത്. തിയേറ്ററിൽ അങ്ങനെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മോർണിംഗ് ഷോ ആയിരുന്നു. പക്ഷേ ഉണ്ടല്ലോ ഉള്ളത് എല്ലാവരും തല ഫാൻസ് ആയിരുന്നു. അങ്ങനെ ആരാധക വൃന്ദത്തിൻ്റെ ഇടയിലിരുന്ന് കണ്ടതുകൊണ്ട് ഈ സിനിമ ഒന്നും കൂടി എനിക്കൊരു ഇമ്പ്രസീവായി, അല്ലെങ്കിൽ ഈ സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആദിക് രവിചന്ദ്രനാണ്. ഇപ്പോൾ മാർക്ക് ആൻ്റണിയുടെ സക്സസിന് ശേഷം ഒരു സെക്കൻഡ് ഫെദറായിട്ടാണ് ഈ സിനിമ നിൽക്കുന്നത്. കാരണം ഇന്ന് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഇന്ന് നോക്കുമ്പോൾ 227 ക്രോഡ്സാണ് അക്രോസ് ദ വേൾഡ് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിടാമുയർച്ചയുടെ ആ ഒരു തുടർച്ചയെന്നൊക്കെ തല പൊന്തിയിരിക്കുകയാണ്. ഇനി ഇതിൽ അജിത്തിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ കണ്ടിരിക്കാനായിട്ട്. അതായത് അജിത്തിൽ റെഡ് ഡ്രാഗൺ ഒരു ഡോൺ സൈഡുണ്ട്, അതുപോലെ റൊമാൻസ് ഉണ്ട്, പിന്നെ ഫാദർ ഫിഗറാണ്, ഇഷ്ടംപോലെ ആക്ഷനുണ്ട്. അതുപോലെ തന്നെ അജിത്തിൻ്റെ ഈ പഴയ പടങ്ങൾ റെട്രോ ഉണ്ടല്ലോ, അങ്ങനത്തെ ബില്ല, അതുപോലെ ലേസിലാസ, ഇതിൽ നമ്മുടെ സിമ്രനൊക്കെ വരുന്ന സീക്വൻസൊക്കെ ഭയങ്കര രസമാണ്. ആ സമയത്ത് അജിത്തിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര രസം. അതുപോലെ ഇതേപോലത്തെ സംഭവങ്ങൾ അക്രോസ് ദ ഫിലിം പിന്നെ അജിത്ത് കൊണ്ടുവരുന്നുണ്ട്. അജിത്ത് ആ കംപ്ലീറ്റ് അജിത്തിന് വേണ്ടിയുള്ള ട്രിബ്യൂട്ടാണ് സിനിമ എന്ന് അറിയുന്ന പോലെ തന്നെ അജിത്ത് തിരിച്ചും അത് ഫാൻസിന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് GBU എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൽ നമ്മളുടെ പിന്നെ അജിത്ത് തൃഷ കോംബോ, വിടാമുറിച്ചിയിലൊക്കെ ഇവരെ ഒന്ന് അപ്പാക്കാൻ വേണ്ടി വല്ല സ്റ്റെറോയിഡ് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ദ കോംബോ ഈസ് ബാക്സ് തൃശ്ശാണ്. അങ്ങനെ എന്ത് ഭംഗിയാന്ന് പറയുക സിനിമയിൽ, കാശ് പകുതി മുതലാവും. അങ്ങനെ പിന്നെ കുറേ ഒരു സ്റ്റാർ അതുണ്ട്, കുറേ ആളുകളുണ്ട്. നമ്മളുടെ പിന്നെ ആൻറ്റി ഹീറോ ആയിട്ട് വരുന്നത് അർജുൻ ദാസ് ആണ്. റിഡിൻ കിൻസ്ലി ഉണ്ട്, പ്രഭു ഉണ്ട്, അതുപോലെ ജാക്കി ഷ്രഫ് ഉണ്ട്, പ്രിയ വാര്യർ ഉണ്ട്. പ്രിയ വാര്യർ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകൾ സിനിമയിലുണ്ട്. ഇവരുടെയൊക്കെ റോളുകളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചോദിക്കരുത്. കാരണം ഒരു മാസ് ഫിലിംസിൽ അങ്ങനെ റോളിലൊന്നുമല്ല, കുറേ ആളുകൾ ഇങ്ങനെ വേണം. ആ ഒരു ഓളമാണല്ലോ ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സിനിമ എനിക്ക് സത്യത്തിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ് കേട്ടോ സിനിമയുടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ സ്പ്ലാഷി ആയിട്ടുള്ള ഷോട്ടുകളാണ്, സ്പീഡിലിങ്ങനെ പോകുന്നുണ്ട്. ഇത് ചെയ്തിരിക്കുന്ന ക്യാമറ ചെയ്തിരിക്കുന്ന അഭിനന്ദൻ രാമാനുജിയാണ്. അതുപോലെ വിജയ് വേലുക്കുട്ടിയാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇപ്പോൾ തമിഴ് സിനിമയിൽ മ്യൂസിക് സീനിൽ ടോപ്പായിട്ട് നിൽക്കുന്ന GV പ്രകാശാണ്. അപ്പോൾ ഈ സ്കോർസൊക്കെ നല്ല രീതിയിൽ സിനിമയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. റെട്രോ കുറേ മ്യൂസിക്, അതുപോലെ ഡാൻസ് സീക്വൻസ് ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു നല്ല സിനിമയായിട്ട്, നല്ല എൻ്റർടൈനറായിട്ടാണ് എനിക്ക് പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ടോ, ഒന്നും പേടിക്കാനില്ല.